അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള ദിവസവും പതിവാക്കേണ്ട ദിക്റിനെ കുറിച്ചാണ്. ചില സമയങ്ങളിൽ ആരും സഹായിക്കാനില്ലെന്ന് തോന്നും. എല്ലാ വഴികളും അടഞ്ഞു പോയ പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ദിക്റുകൾ ചൊല്ലേണ്ടത് അത്യാവശ്യമാണ്. ദിവസവും ഈ ദിക്റുകൾ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. ഹൃദയത്തിന് സമാധാനം ലഭിക്കും, പ്രയാസങ്ങൾ എളുപ്പമാകും. നമ്മൾ ജീവിതത്തിൽ കൂടുതലായി പറയേണ്ട ദിക്ർ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഈ ദിക്ർ ദിവസവും 33 തവണ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളാണിത്. ഈ 3 വചനങ്ങളും 33 തവണ വീതം ലാ ഇലാഹ ഇല്ലല്ലാ ചേർത്ത് ചൊല്ലുന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ വചനങ്ങൾ ചൊല്ലുന്നവരുടെ പാപങ്ങൾ കടലിലെ നുരയോളം വലുതാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഒരുവന് വേണ്ടി മരങ്ങൾ നടപ്പെടാൻ ഈ ദിക്റുകൾ പാരായണം ചെയ്താൽ മതി. അടുത്ത ദിക്റാണ് അസ്തഗ്ഫിറുല്ലാ. ഈ ദിക്റ് പറഞ്ഞാൽ പ്രയാസങ്ങൾ മാറും, റിസ്ക് വർദ്ധിക്കും, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. അസ്തഗ്ഫിറുല്ലാ ദിവസവും ചൊല്ലിയാൽ സങ്കടങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടും. നിരന്തരം പാപമോചനം തേടുന്നവർക്ക് അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനവും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിൽ നിന്ന് ഉപജീവനവും നൽകുമെന്ന് ഹദീസുകളിൽ പറയുന്നു. അടുത്ത ദിക്ർ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ ദിക്ർ പറയുക. അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഭയമോ പ്രയാസമോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ മനസ്സമാധാനത്തിനും അള്ളാഹുവിലുള്ള പൂർണ്ണ ഭാരമേൽപ്പിക്കാനായി ഇത് ചൊല്ലാവുന്നതാണ്. അടുത്ത ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ദിക്ർ കൂടുതലായി പറയുക. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാ കൂടുതലായി ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നതാണ്. അടുത്ത ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും, പ്രയാസങ്ങൾ എളുപ്പമാകും. ഈ ദിക്റുകൾ രാവിലെയും വൈകുന്നേരം പറയുക. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും ഇൻഷാ അല്ലാ. അള്ളാഹുവിനെ ഓർക്കുന്നവരെ അള്ളാഹു ഒരിക്കലും വിട്ടുകളയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നമ്മൾക്ക് സഹായം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.